എൻഡോഗമി അഥവാ സ്വവർഗ വിവാഹനിഷ്ഠ അതിന് നിയമപരമായ സാധ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ വിധിയിൽ നിരാശ പ്രകടിപ്പിക്കുകയും ആ വിധി അംഗീകരിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ക്നാനായ മക്കൾ ഹൂസ്റ്റണിൽ ക്നാനായ ആസ്ഥാന സെൻറ്ററിൽ യോഗം ചേർന്നതിനെ പറ്റിയുള്ള വാർത്ത ഇന്ന് മാധ്യമങ്ങളിലെല്ലാം വരികയുണ്ടായി. അപ്പോൾ അത് ഈ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് രാജിവെക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ആർച്ച് ബിഷപ്പ് കൊടുത്തിരിക്കുന്ന ആ അഫിഡവിറ്റ് അനുസരിച്ച്, ഈ സഭയെപ്പറ്റി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് അനുസരിച്ച് ഇങ്ങനെയൊരു വിധിയേ വരികയുള്ളൂ. അപ്പോൾ ഇനി ആ അഫിഡവിറ്റ് മാറ്റാതെ ഇനിയിപ്പോൾ അപ്പീലിന് പോയാലും വിധി ഇതൊക്കെ തന്നെയായിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് മൂന്നാമത്തെ കോടതിയിലാണ് ഈ സെയിം വിധി വരുന്നത്. ആദ്യം കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ, പിന്നെ അഡീഷണൽ ജില്ലാ കോടതിയിൽ, പിന്നെ ഇപ്പോൾ ഹൈക്കോടതിയിൽ, അങ്ങനെ 3 കോടതികളിൽ ഈ വിധി വന്നു. അതായത് സ്വവർഗ വിവാഹനിഷ്ഠയ്ക്ക് അതിനെ സാധൂകരിക്കുന്ന യാതൊരു നിയമങ്ങളുമില്ല. ഈ ആചാരമാണെന്ന് പറഞ്ഞാൽ ഒരു ആചാരം മാത്രമേ ഉള്ളൂ, അതിനൊരു നിയമപരമായ ഒരു അടിത്തറയൊന്നുമില്ല. അത് ആളുകൾ പാലിച്ചു പോരുന്ന ഒരു ആചാരം അത്രമാത്രമേ ഉള്ളൂ എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ആരെയും പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ അവകാശമില്ല. കാരണം പള്ളിയിലെ അംഗത്വം അത് ജന്മനാ കിട്ടുന്നതാണ്. പള്ളിയിലെ സമുദായത്തിൽ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജ്ഞാനായക്കാരനായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പള്ളിയിലെ അംഗത്വം ഒരാൾ ഒരു പള്ളിയിൽ ജനിക്കുന്നു, അവിടെ മാമോദിസ മുങ്ങുമ്പോൾ അത് അംഗമായിരിക്കുന്നു. അത് പിന്നെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കുമില്ല. പള്ളിയിൽ നിന്ന് അധികാരം അങ്ങേരെ മുടക്കാനോ വിലക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്താൽ അതിന് നിയമപരമായിട്ടുള്ള നടപടികളെടുക്കണം. എന്നല്ലാതെ അങ്ങേരെ അവിടുന്ന് മാറ്റാനുള്ള യാതൊരു അധികാരവുമില്ല എന്നാണ് ഈ കോടതി വിധിച്ചിരിക്കുന്നത്. പിന്നെ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ കത്തോലിക്കരുടെ ഇടയിൽ നിന്ന് തന്നെ വേറൊരു രൂപതയിൽ നിന്ന് വിവാഹം കഴിച്ച ആളുകൾ, അവർക്കും ഈ ക്നാനായ രൂപതയിൽ അവിടെ അംഗത്വം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്നാനായ പള്ളിയിൽ അംഗത്വം ഉണ്ടാവും, അവരുടെ മക്കൾക്കും അംഗത്വത്തിന് അവകാശമുണ്ട് എന്നാണ് വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു രൂപതയിൽ നിന്നാണ്, വേറൊരു മതത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നോ അല്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ഞാനൊരു ഈ വിധി വന്ന ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതൊരു ഏതാനും ദിവസം മുമ്പുള്ള, ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഈ യൂട്യൂബിലോ നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതിൽ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ ഇത് കണ്ടതുകൊണ്ട് ഒരു പരാമർശം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്നാനായ സമുദായത്തോട് നമുക്കൊരു വിരോധവുമില്ല. നമ്മുടെ ധാരാളം സുഹൃത്തുക്കളും ക്നാനായക്കാരാണ്. എന്ന് മാത്രമല്ല, ക്നാനായ കാര്യങ്ങളെപ്പറ്റി ആദ്യകാലം മുതൽ എഴുതിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ, മലയാളം പത്രത്തിൻ്റെ കാലം മുതൽ. അപ്പോൾ അതൊരു വിരോധത്തിൻ്റെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്, നമ്മുടെ പിള്ളേർ വിവാഹം കഴിക്കുന്നില്ല, ആണും പെണ്ണും. അത് നമ്മുടെ മാത്രമല്ല, അമേരിക്കയിലെ ഒരു പ്രതിഭാസമാണത്. അമേരിക്കയിലെ ഒരു മാറ്റമാണ്, ഒരു സാമൂഹ്യ മാറ്റമാണത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ് നല്ലൊരു വിഭാഗം മാതാപിതാക്കൾ. ആരെങ്കിലും ചട്ടനെയോ പൊട്ടനെയോ കറമ്പനെയോ വെളുമ്പനെയോ ആരെ വേണേലും എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ നല്ലൊരു ഭാഗം ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഈ നമ്മുടെ പള്ളിയിൽ നിന്ന്, നമ്മുടെ പള്ളിക്കാരനെല്ലാം നമ്മുടെ രൂപതയിൽ നിന്നല്ലാതെ വേറൊരു രൂപതയിൽ നിന്ന് മാറി കിട്ടിയാൽ അവരെ ഈ പള്ളിയിൽ നിന്ന് മുടക്കുമെന്ന് പറയുന്നത്. ആ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ടെന്ന് നമുക്ക് വിചാരിക്കാനായിട്ടാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ പള്ളി ആരുടേതാണ്? അപ്പോൾ ഇവരോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളൊക്കെ ഇപ്പോൾ പോകുന്ന പള്ളി ഏതാണ്? അമേരിക്കക്കാരുണ്ടാക്കിയ പള്ളി. അപ്പോൾ അവർ പറയുക, നാളെ തൊട്ട് നിങ്ങളിവിടെ വരണ്ട, കാരണം നിങ്ങൾക്ക് ഈ പള്ളിയുമായിട്ടൊരു ബന്ധമില്ല, നിങ്ങളിവിടെ 10 കാശ് തന്നിട്ടില്ല, നിങ്ങളിത് ഉണ്ടാക്കാൻ കൂടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറഞ്ഞാലോ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മൾ ഫീൽ ചെയ്യുക? അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, കത്തോലിക്കാ സഭയുടെ പള്ളി എന്ന് പറഞ്ഞാൽ അത് പള്ളി സഭയുടേതാണ്, ക്രിസ്തുവിൻ്റേതാണ്. പള്ളി എപ്പോഴും ക്രിസ്തുവിൻ്റേതാണ്, നമ്മുടേതല്ല. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടേതല്ലാതായി തീർന്നു, സഭയുടേതും ക്രിസ്തുവിൻ്റേതുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ആ നിയമം എല്ലാവർക്കും ബാധകമാണ്. ഏത് കത്തോലിക്കനും ആ പള്ളിയിൽ വരാൻ പ്രാർത്ഥിക്കാം, അവിടെ ചടങ്ങുകളിൽ പങ്കെടുക്കാം. അത് ലോകത്തിലുള്ള ഏത് പള്ളിയിലും പോകാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു മഹത്വം എന്ന് തോന്നുന്നു കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആരെയും മാറ്റി നിർത്താനായിട്ടുള്ള ഒരു അവകാശം നമുക്ക് ആർക്കുമില്ല. ഞങ്ങൾ ഇപ്പം ഈയിടയ്ക്ക് ഈ ഈസ്റ്ററിൻ്റെ ഈസ്റ്റർ കുർബാനയ്ക്ക് ഞാനൊക്കെ ഈ അമേരിക്കൻ പള്ളിയിൽ പോയി വളരെ ഞെളിഞ്ഞിരുന്ന് കുർബാന കണ്ടു. അതേസമയം തന്നെ അവിടെ വരിസംഖ്യയൊക്കെ കൊടുക്കുന്ന സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ അവിടെ നിൽക്കുകയും കിട്ടാതെ പുറത്തെല്ലാം പോയി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് കാണുകയും ചെയ്തു. അപ്പോൾ അവരാരും ഒരു നീരസവും പ്രകടിപ്പിച്ചതായിട്ട് കണ്ടില്ല. അപ്പം നമുക്ക് ഈ പള്ളിയിൽ നിന്ന് ആരെയെങ്കിലും മാറ്റി നിർത്താനോ അവരെ പുറത്ത് കളയാനോ നമുക്ക് ആർക്കും ഒരു അവകാശമുണ്ടെന്ന് തോന്നിയിട്ടില്ല.
അതേസമയം തന്നെ സമുദായത്തിൽ നിന്ന് ഇപ്പം ജ്ഞാനായ സമുദായത്തിൽ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും, അതായത് വിവാഹം കൊണ്ടും അവർ ജ്ഞാനായക്കാരെ തന്നെ വിവാഹം കഴിക്കുന്നവർ, അങ്ങനെയുള്ളവരെ സംഘടനകളിൽ അവരുടെ സമുദായത്തിൽ അവരെ നിലനിർത്തേണ്ടതില്ല. അവർ ആ സമുദായത്തിൽ നിന്ന് പോയി. ആ സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാത്തപ്പോഴത്തേക്ക് അവർ ആ സമുദായത്തിൽ നിന്ന് പോയി. അപ്പോൾ സമുദായവും പള്ളിയും രണ്ടും രണ്ടാണ് എന്നൊന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സമുദായത്തിൽ അടുപ്പിക്കേണ്ടതില്ല. അതായത് KCCNA, KCS, പിന്നെ IKCC ഇതിലൊന്നും ചേർക്കരുത്. അതിലൊക്കെ അംഗത്വമുള്ളവരാണ് യഥാർത്ഥ ജ്ഞാനായക്കാർ. മറ്റവർ അല്ലാത്തവർ പള്ളിയിൽ അംഗങ്ങളായിരിക്കാം, പക്ഷെ അവരൊക്കെ പിന്നെ ഈ വെള്ളം ചേർത്ത ജ്ഞാനായക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതേസമയം തന്നെ കുറച്ച് പേരൂടെയൊക്കെ വന്ന് ഈ സഭയങ്ങ് വളരുന്നതല്ലേ നല്ലത്. സഭ വളരാതിരുന്നാലത്തെ സ്ഥിതി എന്താവും? ആളുകൾ വന്ന് പുതിയ കുറച്ച് ആളുകളിലൂടെയൊക്കെ വരികയാണെങ്കിൽ ആ സഭയിൽ സഭ ശക്തിപ്പെടും. പിന്നെ ആളുകൾ കൂടുതൽ ഉണർവും ഉന്മേഷവും അതിൽ ഉണ്ടാവും. എന്തുകൊണ്ടും എല്ലാ രീതിയിലും അത് മെച്ചവുമായിരിക്കും. ഈ കടുംപിടുത്തത്തിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞില്ലേ എന്നൊന്ന് ചിന്തിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചിട്ട് എന്താണ് കാര്യം? എത്ര കാലം പിടിക്കാൻ പറ്റും? എത്ര തലമുറ പിടിക്കാൻ പറ്റും? പിന്നെ ഇങ്ങനെ തന്നെ. അപ്പോൾ ഇതൊരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ കോടതി വിധികളുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഈ വിധികളൊന്നും മാറിക്കിട്ടാൻ പോകുന്നില്ല. ഇതാണ് നിയമം. പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ ആർക്കും അവകാശമില്ല. അപ്പം ഈ പുറത്താക്കിയവരൊക്കെ തന്നെ അവർക്ക് ഈ പള്ളിയിലേക്ക് വരാം വേണമെങ്കിൽ. അപ്പം അവരാരും വരാൻ പോകുന്നില്ല. കാരണം ഇവിടുത്തെ ഈ കറുത്ത മുഖമൊക്കെ കണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ മറ്റുള്ളവരെ നമ്മുടെ ഒരു പള്ളിയിൽ ചെല്ലുമ്പം നമ്മളെ വെൽക്കം ചെയ്യുന്നില്ല എങ്കിൽ, കറുത്ത മുഖമായിട്ട് നിൽക്കുന്നവരാണ് അവിടെ ഉള്ളതെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് പോകുമോ? അപ്പോൾ ആരും അങ്ങോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പോകുമെന്നും തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ ജ്ഞാനായക്കാരുടെ പള്ളിയിൽ അവർ മാത്രമേ പോകുന്നുള്ളൂ. വേറെ ആരും അങ്ങോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവർ മാറിക്കിട്ടിയവരൊക്കെ വേറെ പള്ളിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി വരുന്നു. പക്ഷേ ഇതിനെ ഒരു നിയമപരമായ ഒരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ ഈ വിധിയിൽ പറഞ്ഞതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതും. എന്തായാലും ഈ ജ്ഞാനായ സമുദായം, അമേരിക്കയിലെ ജ്ഞാനായ സമുദായമാണ് ഏറ്റവും പുരോഗതി പ്രാപിച്ചതും ഏറ്റവും ഒരു പുരോഗമന രാജ്യത്ത് ജീവിക്കുന്നതും. അപ്പോൾ അവരെ ഒന്ന് മാറി ചിന്തിക്കുന്നവർ നല്ലതാണ്. പള്ളിയും സമുദായവും രണ്ടാണ് എന്ന് ചിന്തിച്ചാൽ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. ആ രീതിയിലൊന്ന് ചിന്തിക്കുന്നതിനെപ്പറ്റി ഒരു ആലോചന നടത്താവുന്നതാണ്. ഒരു മാറ്റം എപ്പോഴും ഉണ്ടാവണമല്ലോ. ഞങ്ങൾ മാറുകയല്ല, ഞങ്ങളിങ്ങനെ പോവുള്ളൂ എന്ന് കടുംപിടുത്തൊന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും ഇതൊന്ന് ഒരു ചിന്താവിഷയമാവേണ്ടതാണെന്ന് പിന്നെ ഞാൻ തീർച്ചയായിട്ടും ശുപാർശ ചെയ്യുന്നു. അതുകൊണ്ട് ജ്ഞാനായ സമുദായത്തിന് നല്ലത് വന്നോട്ടെ. ആ സമുദായം എല്ലാ കാലവും നിന്നുകൊള്ളട്ടെ. യാതൊരു വിരോധവുമില്ല. കാരണം ഇത്രയും വർഷം 1700 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അത് ഇനിയും അങ്ങനെ നിൽക്കട്ടെ. അതിന് ഒരു വിരോധവുമില്ല. ഉള്ളി തിങ് ഈ പള്ളിയും ഇതുമായിട്ടൊന്ന് പിന്നെ ആ ബന്ധം ഒന്ന് ഒരു വ്യത്യാസം കൽപ്പിക്കുക, ഒരു മാറ്റം കൽപ്പിക്കുക, ഒരു അതിർവരമ്പ് വെക്കുക. അപ്പോൾ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം തന്നെ പലയിടത്തും പിന്നെ ജ്ഞാനായ പള്ളികളുണ്ട്, പക്ഷേ അവിടെ പോകത്തില്ല. പകരം അമേരിക്കൻ പള്ളികളിൽ പോവും. എന്നിട്ട് ജ്ഞാനായ സെൻറ്ററിൽ മറ്റ് ചടങ്ങുകളും എല്ലാം നടത്തും. അങ്ങനെയുള്ളൊരു സംവിധാനം. അതിന് പകരം പള്ളിയുമായിട്ട് ഒത്തുപോവുക. പള്ളിയുടെ കാര്യത്തിൽ പള്ളി, സമുദായത്തിൻ്റെ കാര്യം സമുദായം. ഇത് രണ്ടും രണ്ടാണെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് നല്ലതെന്ന് തോന്നുന്നു. ഇത് ജ്ഞാനായ സമുദായത്തിന് പുറത്തുള്ള ഒരാൾ പറയുന്നതാണ്. അപ്പോൾ പിന്നെ അതിന് പിന്നെ ആ ഒരു ഉപദേശ നിർദ്ദേശം എന്നുള്ള രീതിയിൽ കണക്കാക്കിയാൽ മതി. അത്രയേ വേണ്ടൂ.